നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരത്തെ ഉറപ്പിച്ച് സീരിയൽ കില്ലിംഗ്. ഒരാഴ്ചക്കിടെ 10ഓളം പേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടാനാവാത്ത മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഇതിലും വലിയ സീരിയൽ കില്ലർ എത്താൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മറുപടി നൽകി. പ്രമാദമായ ബാസ്ക്കറ്റ് കില്ലിംഗ് കേസ് പത്രം വലിച്ചു കീറി തെളിയിച്ച കൃഷ്ണമൂർത്തി IPSന്റെ നേതൃത്വത്തിൽ ഏകദേശം നാളെ 2:30-2:45 പ്രതിയെ പിടിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അഷ്റഫ്, ഗിവ് മീ ഗുഡ് ന്യൂസ്. ഈ നഗരത്തെ വേട്ടയാടുന്ന സീരിയൽ കില്ലറിനെ പറ്റി എനി ഇൻഫർമേഷൻ? അക്കോർഡിംഗ് ടു മൈ ഇൻവെസ്റ്റിഗേഷൻ ഇതൊരു സീരിയൽ കില്ലിംഗ് അല്ല സർ. അങ്ങനെ ഇരിക്കണം. വാട്ട് യു മീൻ അഷ്റഫ്? സർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സാധാരണ ഇത്തരം കേസുകൾ അന്വേഷിക്കുമെന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ മരിച്ചതോ ഡൈവോഴ്സോ ആയതോ ആയിരിക്കും. പക്ഷേ ഈ കേസിൽ ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, സാറിൻ്റെ ഭാര്യ ഇതുവരെ മരിച്ചിട്ടില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. വാട്ട് സാർ? നോ. ഇവിടെ കില്ലർ എന്തോ നമ്മളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് അമ്മിണിമുക്കിൽ വെച്ച്. ഇവിടുന്ന് 2 കിലോമീറ്റർ മാറി പ്ലാവിള ജംഗ്ഷനിലാണ് അടുത്ത കൊലപാതകം നടക്കുന്നത്. പിന്നെ പറങ്ങാണ്ടി മുക്കിൽ. അങ്ങനെ നോക്കുമ്പം എന്താ ഇത്? സാർ, ഇത് കണ്ടിട്ട് ഈജിപ്ഷ്യൻ പിരമിഡാണെന്ന് തോന്നുന്നു. ഇനി ഏലിയൻ അബ്ഡക്ഷൻ ആണോ? സാർ, ഞാനൊന്ന് പുറത്ത് പോയിട്ടില്ല സാർ. ഒരു പാഴ്സൽ റിട്ടേൺ അടിക്കുന്നു. വാട്ട് പാഴ്സൽ? സാർ, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ജട്ടിയാണ്, ലൂസാണ്, റിട്ടേൺ കൊടുക്കാൻ. വെയിറ്റ്. സാർ, ജട്ടിയില്ലേ സാർ? ഓ മൈ ഗോഡ്, കില്ലർ ജട്ടിയുമായി എന്തോ ബന്ധമുണ്ട്. ആ ബന്ധം എല്ലാവർക്കും ഉള്ളതല്ലേ സാർ? നോ അഷ്റഫ്. യെസ് സാർ. 12 കിലോമീറ്റർ ചുറ്റളവിൽ ജട്ടിയിടുന്ന എല്ലാവരെയും അല്ല, ഈ നാട്ടിലെ എല്ലാ ജട്ടി കമ്പനി മുതലാളിമാരെ അറസ്റ്റ് ചെയ്യണം. അതിലൊരാളാണ് കില്ലർ. ദ റിയൽ ഹണ്ട് ബിഗിൻസ്. ஞாபகம் ஓங்குதே மனம் தேங்குதே வராமல் மனமெங்கோ போகுதே. ஞாபகம் போലൊരു പാട്ടൊക്കെ ഇനി ആര് ചെയ്യാനാണ്? സാർ, അകത്ത് DJ നടക്കാണ്. കപ്ലൻറ്റിനുണ്ടാവും തോന്നുന്നു. അല്ല സാർ, ഇതേത് ഗാനമേള. ഡോക്ടർ, എനി ക്ലൂസ്? പ്രതിയുടെ ഇൻറ്റൻഷൻ എന്ത് തന്നെയായാലും ദിസ് ഈസ് വെരി ബ്രൂട്ടൽ. ചുറ്റിക വെച്ച് മണ്ടടിച്ച് പൊളന്ന കൊല നടത്തിയിരിക്കുന്നത്. ചുറ്റികയാണെന്ന് അങ്ങനെ പറയാൻ കഴിയും. ഹോക്കി സ്റ്റിക്കോ ഇരുമ്പലൊക്കെ ആയിക്കൂടെ? യു നോ സംതിങ്. ഒരു ഇരുമ്പലക്കയുടെ ആവറേജ് ഭാരം ഏതാണ്ട് 6 മുതൽ 8 കിലോയോളം വരും. ഇതും ചുമന്ന് കില്ലർ വന്നിട്ടുണ്ടെങ്കിൽ കില്ലറിൻ്റെ കാൽ ഏകദേശം 5 സെൻറ്റിമീറ്ററെങ്കിലും
മണ്ണിൽ താഴ്ന്ന ഫുട് പ്രിൻ്റ് കിട്ടിയാണ്. പിന്നെ കൊല നടന്നത് കോളേജിലല്ലാത്തതുകൊണ്ട് ഹോക്കി സ്റ്റിക്ക് ആവാനുള്ള സാധ്യത 0 ആണ്. സോ ഇറ്റ്സ് നോട്ട് ഇരുമ്പുലക്ക ഓർ ഹോക്കി സ്റ്റിക്ക്, ഇറ്റ്സ് ബ്ലഡി ഹാമർ. ബ്രില്യൻറ്റ് സർ. ബോഡിയുടെ തലഭാഗത്തായി IS എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, അത് എഴുത്തിൻ്റെ ഘടന വെച്ച് ISIS എന്നാവാനാണ് സാധ്യത. ഓ മൈ ഗോഡ്. അഷ്റഫ്, എത്രയും പെട്ടെന്ന് ഇന്റർപോളിന്റെ സഹായം തരണം. ഓക്കെ സർ. എന്നാൽ എന്തായിരിക്കും പ്രതിയുടെ മോട്ടീവ്? ചുറ്റിക ഉപയോഗിച്ച് കൊല ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് വിക്ടിം മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായിരിക്കണം കില്ലർ ഉപയോഗപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്നൊരു ഒച്ചയുണ്ട്. പിന്നെ നാട്ടുകാരുടെ കരച്ചിലും കൂടെ ആകുമ്പോൾ വാട്ട്? അല്ല സോറി, ഞാൻ വേറെന്തോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഷുവർ, വെൽക്കം. എന്ത് പറ്റി സർ? ഞാൻ എൻ്റെ പാക്ക് എടുക്കാൻ മറന്നു. എന്നാൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ പോകണം. അതാണ് ബ്രില്യൻസ്. ഓക്കെ സർ. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു പാട്ട്. നഗരത്തെ ഭീതിയിലാക്കിയ സീരിയൽ കില്ലർ അറസ്റ്റിൽ. ഡോക്ടർ ബെഞ്ചമിൻ ഡിസൂസയാണ് അറസ്റ്റിലായത്. കൊലയാളിയെ വരിഞ്ഞു മുറുക്കാനുള്ള തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃഷ്ണമൂർത്തി IPS അറിയിച്ചു. അടുത്തത് ഓഫീസിൻ്റെ കൂടെ നിൽക്കുന്നവനെ കൊല്ലാം. അവന് ചുറ്റികയാണോ ഹോക്കി സ്റ്റിക്കാണെന്നാണ് ഭയങ്കര ഡൗട്ട്. ഇനി കൊന്നുകൊണ്ടിടാൻ പിള്ളേര് വരുന്ന കളിസ്ഥലം കണ്ടുപിടിക്കണം. വീട്ടിൽ പോയി ചുറ്റിക കളിക്കണം. ബൈബിൾ വചനം കാണാതെ പഠിക്കണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. മിസ്റ്റർ ഓഫീസർ, നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഈ റൂമിൽ നമ്മൾ രണ്ട് മാത്രമല്ല. ഞാൻ കൊന്നു നല്ലവരുടെ ആത്മാക്കൾ നിങ്ങളുടെ ഇടതും വലുതും നിൽപ്പുണ്ട്. അതെ, എൻ്റെ ഇടതും വലുതും ആളുണ്ട്, പക്ഷേ ആത്മാക്കളല്ല. അഷ്റഫ്. സോറി സർ. സമലക്സ്. 12 ഇടങ്ങളിൽ 12 കൊലകൾ, അതെല്ലാം ഒരേ പാറ്റേൺ. മിസ്റ്റർ ബെഞ്ചമിൻ, എന്തിനായിരുന്നു ഇതെല്ലാം? കൊലയാളി ഞാനാണെന്ന് ഉറപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അവിടെ നിനക്ക് തെറ്റുപറ്റി മിസ്റ്റർ ബെഞ്ചമിൻ ഡിസൂസ. ഞങ്ങൾ വേറെ ഉണ്ണാക്കമാരാന്ന് കരുതിയോടാ നീ. അഷ്റഫ്, ബ്രിങ് മീ ദ എവിഡൻസ്. സർ. മിസ്റ്റർ ബെഞ്ചമിൻ, ഇതാണ് നിങ്ങൾ കൊല നടത്താൻ ഉപയോഗിച്ച ചുറ്റിക. നിങ്ങളത് പറഞ്ഞതുപോലെ ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ISIS എന്നല്ല, ഇത് ഇതിൻ്റെ ISI മുദ്രയാണ്. ഞങ്ങളെ വഴിതെറ്റിച്ച് വിടാനുള്ളൊരു ശ്രമമായിരുന്നു അത്. അഷ്റഫ്, ഇവൻ്റെ വാക്കും കേട്ട് കുറേ എണ്ണം ഇന്റർപോളിൻ്റെ ഉച്ചിയിലോട്ട് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു വിളിക്കണം. ഇയാൾക്ക് ഇരുട്ടത്തിരിക്കേണ്ടല്ല കാര്യമുണ്ടോ? ഇരുട്ടത്തിരുന്നാലേ ചോദ്യം ചെയ്ത് വരുള്ളൂ. ഈ ചുറ്റിക വെച്ച് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മാത്രമല്ല നിനക്കെതിരുള്ള തെളിവ്. അവസാനം കൊല്ലപ്പെട്ട സദാശിവൻ ഭൂപൻ്റെ കയ്യിൽ വിചിത്രമായി എന്തോ ഒന്ന് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ലാബിൽ ടെസ്റ്റിന് അയച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ടെസ്റ്റ് റിസൾട്ട് വന്നത്. അതൊരു ജട്ടിയുടെ സ്ട്രാപ്പായിരുന്നു. അതിൽ ആലേഖനം ചെയ്തിരുന്നത് SOOSI ഹൂസി എന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ബ്രാൻഡിന് പിറകെ പോയി. ഒരു കടയിലുമില്ലാത്തൊരു ബ്രാൻഡ്. ഫ്ലിപ്കാർട്ടിലുമില്ല, ആമസോണിലുമില്ല. ഒടുവിലൊന്ന് മറന്നു വെച്ച് എൻ്റെ വെറ്റിനെയും പാക്കും എടുക്കാൻ വന്നപ്പോഴാണ് ഞെട്ടലോടെ ഞാൻ ആ കാഴ്ച കണ്ടത്. അന്നു മുതൽ ഞങ്ങൾ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം നിൻ്റെ വീട്ടിൽ കള്ളൻ കയറിയിരുന്നു. അത് കള്ളനായിരുന്നില്ല, അത് അഷ്റഫായിരുന്നു. അന്ന് അഷ്റഫ് കണ്ടെത്തിയ നിധിയാണ് നിനക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ്. അഷ്റഫ്, സർ എവിഡൻസ്. മുഖത്തിന് എന്ത് പറ്റി അഷ്റഫ്? സാർ അത് പരസ്പരം കൂട്ടിയതാണ്. സാർ ലൈറ്റ് ഇട്ടുണ്ട്. നോ അഷ്റഫ്, ഇത് ഇൻട്രോഗേഷൻ റൂമാണ്. സോറി സർ. ഇയാളൊരു ബാറ്റ്മാൻ. ബെഞ്ചമിൻ, ഇതാണ് സദാശിവൻ അപ്പൂപ്പൻ കയ്യിൽ മുറുകെ പിടിച്ചിട്ടിരുന്ന ജട്ടിയുടെ സ്ട്രാപ്പ്. ഇത് നിന്റെ വീട്ടിൽ നിന്നും അഷ്റഫ് കണ്ടെടുത്ത സ്ട്രാപ്പില്ലാത്ത ജട്ടി. ഡു യു നോ വാട്ട് ഐ മീൻ?
അതായത് ഈ ഓട്ട വീണ ജട്ട് നിങ്ങളുടേതാണ് മിസ്റ്റർ ബെഞ്ചമിൻ. നോ ആളുടെ അത് വിക്രതാർത്ഥം. നിനക്ക് കുറ്റം സമ്മതിക്കാതെ വേറെ വഴിയില്ല മിസ്റ്റർ ബെഞ്ചമിൻ. യെസ്, ഞാനാണ് ആ 12 പേരെയും കൊന്നത്. ISI മാർക്കുള്ള ചുറ്റിക വെച്ച്. എന്തിന്? മിസ്റ്റർ മൂർത്തി, അത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ക്യാമ്പസ് ജീവിതത്തെക്കുറിച്ച് അറിയണം. സൂസി, അവളായിരുന്നു എൻ്റെ അല്ല. കൃഷ്ണമൂർത്തി, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? ശ്യാം, എല്ലാം റെക്കോർഡല്ലേ? ഓക്കെ, അപ്പോൾ കോടതിയിൽ കാണാം. പക്ഷേ എനിക്കൊരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. എനിക്ക് സമയമൊന്നുമില്ല. വേറെ എവിടെയും പറ. മിസ്റ്റർ മൂർത്തി, ഇതൊരു റിവൻ സ്റ്റോറിയാണ്. എടാ നിൻ്റെ കഥ കേട്ട് നിന്നോട് സഹതാപം തോന്നി നമ്മുടെ ഹീറോയിസം കളയായിരുന്നു മയ്യടേ. ബൈ. ശേ, അങ്ങനെയല്ല, പോവല്ലേ. മിസ്റ്റർ മൂർത്തി, മിസ്റ്റർ മൂർത്തി. നഗരത്തെ ഞെട്ടിച്ച സീരിയൽ കില്ലർ കുറ്റം സമ്മതിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃഷ്ണമൂർത്തി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹാജരാക്കിയ എന്തോ വില പിടിപ്പുള്ള തൊണ്ടിമുതലാണ് കൊലയാളിയെ കുടുക്കിയത്. തൊണ്ടിമുതൽ എന്താണെന്ന് ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കില്ലെന്നും അത് പോലീസ് സംരക്ഷണയിലാണെന്നും കൃഷ്ണമൂർത്തി IPS അറിയിച്ചു. ക്രൈമിൻ്റെ ജാതകം എഴുതുന്നവർ അവർ വരും. കളിസ്ഥലങ്ങളിലും പാർക്കിലും വേസ്റ്റ് ബിന്നിലും കൊണ്ടിടുന്ന ബോഡി കണ്ടെടുക്കും. ബൈബിളും രാമായണവും കഷ്ടപ്പെട്ട് പഠിച്ച സീരിയൽ കില്ലേഴ്സിനെ ഓടിച്ചിട്ട് പിടിക്കും. കരഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവർ മടങ്ങും. അവരാണ്